ഫ്രണ്ട്സ്, ഇന്ന് വൈകുന്നേരം ചായയോടെ കഴിക്കാനായിട്ട് ഒരു സിമ്പിൾ സംഭവമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. കുറച്ച് മട്ടേരി എടുത്തിട്ടുണ്ട്. മട്ടേരി കഴുകി അതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോകാൻ വെച്ച് വാർന്നു പോയതിന് ശേഷം അത് ഒരു പാത്രത്തിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് വറുത്തിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് മാറിക്കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കി വേണം വറുത്തെടുക്കാൻ. അരി നന്നായിട്ട് പൊട്ടി പൊരിപോലാകുന്ന സമയത്ത് വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇപ്പോൾ അത് അരി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി പൊരി പോലെ എല്ലാ അരിയും പൊരി പോലാകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ആ പാത്രത്തിൽ നിന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് പൗഡർ പോലെ പൊടിയേണ്ട ഒരു തരിത്തിരിപ്പോടെ വേണം പൊടിച്ചെടുക്കാൻ. ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതേ ജാറിൽ തന്നെ കുറച്ച് തേങ്ങ, ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരല്പം ശർക്കര ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരയുണ്ട്. അതിനുശേഷം 3 സ്പൂൺ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. 1 സെക്കൻഡ് കൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം, ഉരുളകളാക്കി എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ബാക്കി പൊടി ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചു. ഞങ്ങളപ്പോൾ അത് ഉരുളകളൊന്നും ആക്കിയിട്ടില്ല, ഇതുപോലെ തന്നെ കഴിക്കുകയാണ്. ചായയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും